ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം യൂറോപ്പിലെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻറ്റ്സ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ്. ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മെറസ്ക സാക്ഡ് ന്യൂ ഇയറിൽ വന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ലിയാം റോസനിയർ വന്നു ആൻഡ് റൂബൻ ആമറിമിൻ്റെ സാക്കായതിനു ശേഷം എന്താണ് വാട്ട്സ് നെക്സ്റ്റ് ആൻഡ് എന്താണ് ആമറിമിൻ്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇനി എന്താണ് യുണൈറ്റഡിൽ നിന്ന് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെൽസിയിലോട്ട് തന്നെ പോകാം. ചെൽസിയിലോട്ട് പോകുമ്പോൾ ചെൽസി ഇപ്പോൾ മോശം സ്റ്റേറ്റിലാണോ എന്ന് ചോദിച്ചാൽ അത്ര മോശം സ്റ്റേറ്റിലൊന്നുമല്ല. ഫോർ എ ക്ലബ് ലൈക്ക് ചെൽസി ഓഫ് കോഴ്സ് ആ സ്റ്റാൻഡേർഡ് വെച്ച് അതൊരു അത്ര നല്ല സിറ്റുവേഷൻ അല്ല. പക്ഷേ സ്റ്റിൽ മറസ്കനെ സംബന്ധിച്ച് മറസ്ക വരുന്നു. മറസ്ക ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് വരുന്നത്, ലെസ്റ്ററിൽ നിന്നാണ് വരുന്നത്. ലെസ്റ്ററിനെ ചാമ്പ്യൻഷിപ്പ് അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് ചെൽസി പോയി വിളിക്കുകയാണ് മാനേജറായിട്ട്. അതും ആ സമയത്ത് ചെൽസിയുടെ ഷോർട്ട് ലിസ്റ്റ് ആയിക്കോട്ടെ, പുറത്ത് യൂറോപ്പിൽ അവൈലബിൾ ആയിട്ട് ഹാൻസ് ഡി ഫ്ലിക്ക് ഉണ്ടായിരുന്നു, നഗൽസ്മാൻ ഉണ്ടായിരുന്നു, ലൂയിസ് എൻട്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് പേരെയും ഹാൻസ് ഡി ഫ്ലിക്കിനെ കൺസിഡർ പോലും ചെയ്തിട്ടില്ല. നഗൽസ്മാൻ ആയിക്കോട്ടെ എൻട്രിക്ക് ആയിക്കോട്ടെ ഇവരെ ആരെയും എടുക്കാതെയാണ് മറസ്കയിലോട്ട് പോകുന്നത്. അതായത് അവിടെ തന്നെ ഒരു കാര്യം വളരെ ക്ലിയറാണ്. അതായത് അവർക്ക് ഒരു യെസ് മാനാണ് ആവശ്യം. അതായത് ഇവരുടെ പോൾ വിൻസെൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ അവരുടെ ബാക്കിയുള്ള സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ കുറച്ച് സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ എത്തിച്ചു കൊടുക്കും, അത് വെച്ച് കളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഒരു യെസ് മാനെ കൊണ്ടുവരുന്നത്. മറസ്കനെ സംബന്ധിച്ച് മറസ്ക ചാമ്പ്യൻഷിപ്പിലിരിക്കുകയാണ്. ചാമ്പ്യൻഷിപ്പ് ജയിച്ചിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് പുള്ളിക്ക് ഇങ്ങനെ ചെൽസിയിൽ ഓഫർ വരുമ്പോൾ പുള്ളിക്ക് യെസ് മാൻ ആകുന്നതിൽ വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നു ഫസ്റ്റ് ഇയർ ഡിസംബർ വരെ വെരി സ്റ്റേബിൾ ക്രൂസ് കൺട്രോളാണ് ചെൽസി പോയിക്കൊണ്ടിരുന്നത്. ഡിസംബറിൽ എവർട്ടൺ ആയിട്ടുള്ള ഗെയിം വരെ ചെൽസി സെക്കൻഡായിരുന്നു ടേബിളിൽ, ലിവർപൂളായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മോശം റണ്ണ് വരികയാണ്, ഡ്രോ വരികയാണ്, തോക്കുകയാണ് കുറേ കളികൾ. അപ്പോൾ അതിന് ശേഷം ടോപ്പ് 4 ബാറ്റിലോട്ട് പോയി ലാസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റൊക്കെ ആയിട്ടുള്ള ഗെയിം ജയിച്ചാലേ ടോപ്പ് 4 കിട്ടുമെന്നായി. എന്നിട്ട് യൂറോപ്യൻ സ്പോട്ട് UCL സ്പോട്ട് കിട്ടി ചെൽസിക്ക്. പക്ഷേ അതിന് ശേഷം ക്ലബ് വേൾഡ് കപ്പ് വരുന്നു. ക്ലബ് വേൾഡ് കപ്പ് അടിച്ചു ചെൽസി. അപ്പോൾ അത് കഴിഞ്ഞ് കോൺഫറൻസ് ലീഗ് അടിക്കുന്നു. അപ്പോൾ 2 ട്രോഫീസ് ജയിച്ചു. ഒബ്വിയസ്ലി ഒരു മാനേജറിനെ സംബന്ധിച്ച് അതൊരു പുള്ളിക്ക് തന്നെ പുള്ളിക്ക് ഉള്ളിൽ തന്നെ ഒരു തോട്ട് വരും. അതായത് പുള്ളിക്ക് പുറത്ത് ഡിമാൻഡ് ഉണ്ടാകും. പുള്ളി ഇപ്പോൾ ഒരു ബിഗ് ഹെഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടേതായ വോയിസ് ഉണ്ട് എന്ന് ക്ലബിലോട്ട് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അത് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ചെൽസി ബോർഡ് പുള്ളിയെ സാക്ക് ചെയ്തു. അത് സാക്കല്ല, അതായത് അവർ പിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതായത് ഈ യെസ് മാൻ എന്നുള്ളത് ഹെഡ് കോച്ച് എന്നുള്ള പരിപാടിയാണ്, മാനേജറല്ല. ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് ആയിക്കോട്ടെ, ക്ലോപ്പ് ആയിക്കോട്ടെ, ഗോഡിയോള ആയിക്കോട്ടെ, അതായത് ഏത് വലിയ ബിഗ് ഹെഡ് ആയിക്കോട്ടെ, അവർ മാനേജേഴ്സാണ്. അവർ ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫേഴ്സിൽ ഇടപെടും. അതായത് ഇപ്പോൾ ട്രാൻസ്ഫറിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ ചെയ്യുന്ന പരിപാടിയിൽ അവർക്ക് അവരുടെ സ്ക്വാഡിൽ വേണ്ടത് ആരെയാണോ അവർ അത് സജസ്റ്റ് ചെയ്യും, അതിനു വേണ്ടി ചോദിക്കും പ്ലെയേഴ്സിന്. അത് പക്ഷേ ഈ ക്ലബ്ബുകൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നില്ല, ഇഷ്ടപ്പെടില്ല. ചെൽസി ആയിക്കോട്ടെ, യുണൈറ്റഡ് ഇപ്പോൾ ആയിക്കോട്ടെ, ഒമാർ ബറാഡയൊക്കെ വന്ന് അവരുടെ ഇനിയോസ് വന്നിട്ട് അവരുടെ സിസ്റ്റം മാറ്റിയതിന് ശേഷം അങ്ങനെയാണ്. ലിവർപൂൾ അങ്ങനെയാണ്. അപ്പോൾ ഈ യെസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്നാൽ അതിപ്പോൾ ടീമിൻ്റെ പെർഫോമൻസ് എത്ര മോശമല്ല അവർ സാക്കിയില്ല. പക്ഷേ ടീമിൻ്റെ പെർഫോമൻസ് കുറച്ച് സ്ലൈറ്റ്ലി ഡൗൺ ആണ്. ഓണേഴ്സിനെ കോൾ ഔട്ട് ചെയ്യാൻ മാനേജേഴ്സ് തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇന്ന സൈനിങ് വേണം, ഇത് എന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ ചോദിച്ച് തുടങ്ങിയാൽ അവർ സാക്കിയും, അല്ലെങ്കിൽ മീഡിയയിലും അങ്ങനത്തെ ഒരു ബ്രീഫിംഗ് വരുത്തും. അതായത് ഈ പോയ മാനേജറാണ് കുഴപ്പക്കാരെന്നുള്ള രീതിയിൽ ബ്രീഫ് വരുത്തും. അപ്പോൾ അതാണ് ചെൽസിയുടെ കേസ് നടന്നത്. ഷുഡ് മറസ്ക ഹാവ് ബീൻ സാക്ക്? നോ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ നോ. ബിക്കോസ് പുള്ളി ഷിപ്പ് സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുവന്നതാണ്. കാര്യം ഇപ്പോൾ ഒരു ആ പോട്ടർ ടൂച്ചലൊക്കെ പോയൊരു വലിയ കൺഫ്യൂഷനേഷനാണ് മറസ്ക വരുന്നത്. മറസ്ക ഏകദേശം ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. 2 ട്രോഫി അടിച്ച് പ്ലെയേഴ്സിനെ ഒന്ന് സ്റ്റേബിളായി എന്നിട്ടും പുള്ളിക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സിനെ എത്തിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. ഇത്രയും പൈസ മറസ്കയ്ക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്തിട്ടും മറസ്കയ്ക്ക് വേണ്ട ഒരു നല്ല സെൻറ്റർ ബാക്കോ, ഇപ്പോൾ 2 സ്ട്രൈക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ ദേ ആർ നോട്ട് ചെൽസി ലെവൽ. അങ്ങനത്തെ ഒരു പ്ലെയേഴ്സിനെ ആരും എത്തിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വിങ്ങേഴ്സിന് നല്ല വിങ്ങേഴ്സ്, പേര് കേട്ട വിങ്ങേഴ്സ് ഒന്നുമില്ല. ആൻഡ് അത് അവരുടെ പോളിസി കാരണമാണ്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ചെൽസിയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ക്ലിയർ ലേക്ക് എന്ന് പറയുന്നത് എക്ബാലി ഓൺ ചെയ്യുന്ന പുള്ളി ഭാഗമായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ്. അവരുടെ അണ്ടറിൽ വരുന്നതാണ് ഈ ബ്ലൂക്കോ, അതിൻ്റെ അണ്ടറിലാണ് ചെൽസിയും സ്ട്രാസ്ബർഗും വരുന്നത്. ഈ ചെൽസിയും സ്ട്രാസ്ബർഗിൻ്റെയും പോളിസി എന്ന് പറയുന്നത് 16 മുതൽ 22-23 വയസ്സ് വരെയുള്ള പിള്ളേരെ കൊണ്ടുവരിക, അവരെ കളിപ്പിക്കുക, അവരിച്ചിരി വലുതായി ഒരു മാർക്കറ്റ് വാല്യൂ കൂടുമ്പോൾ 5 മില്യൺ കൂടുതൽ കിട്ടുകയാണെങ്കിൽ വിൽക്കുക. ഇതാണ് പോളിസി എങ്കിൽ കറക്റ്റായിട്ട് ആ പോളിസിയിൽ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് ട്രോഫി അടിക്കുക,
ചെൽസി പഴയതുപോലെ ഉണ്ടായിരുന്ന പോലെ, അതായത് അബ്രമോവിച്ചിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന പോലെ ഉണ്ടാവാനാണ് ഉദ്ദേശമെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ പാർട്ടാണ് ഗാർനാച്ചോ പോലത്തെ പ്ലെയേഴ്സെങ്കിൽ ഇത് പ്രൊജക്റ്റ് എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ആസ് എ ന്യൂട്രൽ എനിക്ക് തോന്നുന്നില്ല. ചെൽസി ഫാൻസിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം ഒരു പ്രോജക്റ്റിൽ ഗർനാച്ചോനെ പോലത്തെ, ഏതൊരു ബിഗ് ക്ലബിൻ്റെയും പ്രോജക്റ്റിൽ ഗർനാച്ചോനെ പോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഇതൊരു പ്രോജക്റ്റ് അല്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ചെൽസി ഫാൻസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള നാഷണാലിറ്റി കൺട്രി ഫാൻസിനോ, അതായത് അർജൻറ്റീന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എന്താണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നതാണ്. കാര്യം ഗാർനാച്ചോ ഇസ് നോട്ട് ഫിറ്റ് ടു പ്ലേ ഫോർ എനി ബിഗ് സിക്സ് ക്ലബ്സ്, അല്ലെങ്കിൽ വലിയ യൂറോപ്യൻ ക്ലബ്ബുകൾക്കൊന്നും വേണ്ടി കളിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യുണൈറ്റഡിന് വേണ്ടി എല്ലാം കൂടെ 100 അപ്പിയറൻസിൻ്റെ അടുത്തൊന്നും നടത്തിയിട്ടുണ്ട് ഗാർനാച്ചോ. നോക്കുമ്പോൾ ഗോളുകളുണ്ട്, നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ ഈസ് നോട്ട് ഗുഡ് ഇനഫ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നതാണ്, ഇപ്പോൾ ബൈ ആൻഡ് സെൽ പോലും ആയിക്കോട്ടെ, ആണ് ഈ പ്രോജക്റ്റ് എങ്കിൽ ഇത് സസ്റ്റൈനബിൾ അല്ല. ഇതിനെ പ്രോജക്റ്റ് എന്ന് വിളിക്കാനും പറ്റില്ല. കാര്യം പ്രൊജക്റ്റ് എന്നൊക്കെ ഒരു ബിഗ് ക്ലബ്ബ് വിളിക്കുകയാണെങ്കിൽ കൊണ്ടുവരുന്ന പ്ലെയേഴ്സിന് അതിൻ്റേതായൊരു നിലവാരം വേണം. കാരണം ചെൽസിയിലാണ് കളിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ റൊസനേർ വരും. റൊസനേർ വന്നു കഴിഞ്ഞാൽ സ്ട്രാസ്ബർഗിൽ നിന്ന് പ്ലെയേഴ്സ് വരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇനി അവരെയൊക്കെ ആരൊക്കെ കൊണ്ടുവരുന്നു എനിക്കറിയില്ല. കാര്യം അവിടെ നോട്ടബിളായിട്ടുള്ള നെയിംസ് ഉണ്ട്. ബാർക്കോ ആയിക്കോട്ടെ, മമദു സാറിന് വരും, അങ്ങോട്ട് വിട്ട പ്ലെയറാണ്. എമേഗ അവിടെ നിന്ന് വരാനുണ്ട്. അപ്പോൾ ഐ തിങ്ക് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇനി എന്താവും നോക്കണം. കാര്യം ഇവരും നോക്കുകയാണെങ്കിൽ പിള്ളേരാണ്. അപ്പോൾ ഇവർ വന്നിട്ട് എന്താണ് ചെയ്യുക, റൊസനേറിൻ്റെ അണ്ടറിൽ നോക്കണം. റൊസനേറിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇറ്റ് വിൽ ബി വെരി ഹാർഷ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. കാര്യം ഇങ്ങനെ, അതായത് എന്താ പറയുക, ഒരു മാനേജർ വരികയാണ്, ഇത്ര ഒരു വലിയൊരു കൺഫ്യൂഷനിലാണ് ക്ലബ്ബ് നിൽക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഒരു മാനേജർ വരികയാണ്. പുള്ളിക്കാണെങ്കിൽ ഡെർബി കൗണ്ടിയിൽ അസിസ്റ്റ് ചെയ്തും സ്ട്രാസ്ബർഗിൽ മാനേജ് ചെയ്തും ഹൾ സിറ്റിയിൽ മാനേജ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൂ. ഹീ ഈസ് നോട്ട് എ പ്രൂവൺ മാനേജർ. അപ്പോൾ അവിടെ ടാക്റ്റിക്കലി ഹീ മൈറ്റ് ബി സൗണ്ട്. അത് പ്രീമിയർ ലീഗിൽ വന്നിട്ട് എങ്ങനെ പുള്ളി അതായിട്ട് കോപ്പ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് റൊസനിയർ ഇപ്പോൾ ടോപ്പ് 4 ആണ് മിനിമം എന്നൊക്കെ പുള്ളിയെടുത്ത് പറഞ്ഞു എന്നൊക്കെ കേട്ടിരുന്നു ന്യൂസ്. അപ്പോൾ അതൊക്കെ വളരെ ഹാർഷാണ്. കാര്യം ഒരു ഡിപ്ലീറ്റഡ് സ്ക്വാഡാണ്. സെൻറ്റർ ബാക്ക് ഏരിയയിലായിക്കോട്ടെ, അറ്റാക്കിംഗ് ഏരിയയിലായിക്കോട്ടെ, ദേ ആർ നോട്ട് ഗുഡ് ഇനഫ്. സെൻറ്റർ ബാക്സ് കുറേ പേരുണ്ട് സെൻറ്റർ ബാക്സ്. പക്ഷേ ഇവരാരും ദേ ആർ നോട്ട് ഗുഡ് ഇനഫ്. ആകെയുള്ള കോൾവിലായിരുന്നു. കോൾവിലാണെങ്കിൽ AC വന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഐ തിങ്ക് അവിടെ അഡിഷൻസ് കൊടുക്കാതെ, അപ്പോൾ ഈ ജനുവരിയിൽ മൂവ് ചെയ്യുമോ എന്തിനെങ്കിലും വേണ്ടിയെന്നറിയില്ല, എന്നിട്ട് ടോപ്പ് 4 വേണം എന്നാണ് ബോർഡിൻ്റെ ആവശ്യമെങ്കിൽ ദാറ്റ്സ് വെരി ഹാർഷ്. ആൻഡ് അത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും ഫോർ ചെൽസി ആൻഡ് ഫോർ റൊസനിയർ. ആൻഡ് വിൽ സി എന്താവുന്നു. അടുത്ത നമുക്ക് യുണൈറ്റഡിലേക്ക് പോകാം. യുണൈറ്റഡ് ഏകദേശം സിമിലർ സിറ്റുവേഷനാണ്. പക്ഷേ ഐ തിങ്ക് ആമറും ഡിഡ് എ പ്രിറ്റി ഗുഡ് ജോബ് ദാൻ മറസ്ക ഓണേഴ്സിനെ കോൾ ഔട്ട് ചെയ്യുന്നതിൽ. കാര്യം പെർഫോമൻസ് ബേസിൽ, ഞാൻ സത്യം പറയാം, പെർഫോമൻസ് ബേസിലാണെങ്കിൽ ആമറിന് ഓവറോൾ 39% വിൻ റേറ്റേ ഉള്ളൂ. പ്രീമിയർ ലീഗിൽ 32% വിൻ റേറ്റേ ഉള്ളൂ. വിന്നുകളെക്കാളും കൂടുതൽ തോൽവികളാണ് ആമറിന് ക്ലബ്ബിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സ്റ്റോറി അല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് കഴിഞ്ഞ സമ്മറിൽ ടെൻഹാഗ് ഉണ്ടായിരുന്നു. ടെൻഹാഗിനെ സാക്ക് ചെയ്യാൻ നോക്കി, ടെൻഹാഗിനെ പറഞ്ഞു വിടാൻ നോക്കി ഇനിയോസ്. എന്നിട്ട് വേറെ മാനേജേഴ്സിനെ നോക്കി, ഫ്രാങ്കിനെ നോക്കി, സൗത്ത് ഗേറ്റ് എന്ന് പറയുന്നതാണ്, ട്രോളാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ചുമ്മാ പറയാം. സൗത്ത് ഗേറ്റിനെ നോക്കി, ടൂച്ചലിനെ നോക്കി. അപ്പോൾ ഇവരെല്ലാവരെയും നോക്കി, ഇവരാരെയും കൊണ്ടുവരാൻ പറ്റാത്തപ്പോൾ ടെൻഹാഗിനെ അവിടെ നിർത്തി. ടെൻഹാഗിന് എക്സ്റ്റൻഷൻ കൊടുത്തു എന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അപ്പോൾ അത് സത്യമാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും കമൻസിൽ പറയാം. ടെൻഹാഗിനെ അവിടെ നിർത്തി. ടെൻഹാഗിന് വേണ്ടി 10-300 മില്യൺ സ്പെൻഡും ചെയ്ത് കൊടുത്തു. അപ്പോൾ ടെൻഹാഗ് ഓൾറെഡി വന്നിട്ട് 10-300 മില്യൺ ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ വേറെ പുള്ളിയുടെ സിസ്റ്റത്തിന് വേണ്ട പുള്ളിക്ക് ഇഷ്ടമുള്ള കുറേ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഒക്ടോബർ ആകുമ്പോൾ ഇവർ 11th ഇരിക്കുകയാണ് യുണൈറ്റഡ്. അപ്പോൾ ടെൻഹാഗിനെ സാക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഞാൻ യുണൈറ്റഡ് കണ്ടപ്പോൾ മുതലല്ലേ, യുണൈറ്റഡ് എനിക്ക് തോന്നുന്നു ഈ ചാനൽ കാണുന്ന, അല്ലെങ്കിൽ പൊതുവേ യുണൈറ്റഡിലുള്ള മലയാളം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ യുണൈറ്റഡ് ഫാൻസും, അതായത് എൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ ഒരു 2000 മുതൽ കളി കാണുന്നവർ പോലും ആയിക്കോട്ടെ, അവരെല്ലാവരും ഫോർ ദ ബാക്കിൽ കളി കണ്ട് യുണൈറ്റഡ് ഇങ്ങനെ കളിക്കുന്ന ഒരു ക്ലബ്ബായിട്ട് കണ്ടൊരു ആൾക്കാരാണ്. ആൻഡ് ഈ സെറ്റ് ഓഫ് പ്ലെയേഴ്സ്, ഈ ടെൻഹാഗ് ഇട്ടിട്ട് പോയ പ്ലെയേഴ്സ് എല്ലാം ഫോർ ദ ബാക്ക് കളിച്ച പ്ലെയേഴ്സാണ്. ഇയാളുടെ അണ്ടറിലും മുമ്പത്തെ മാനേജറിൻ്റെ അണ്ടറിലും ഒലേ മുതൽ ഉള്ള പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ അടുത്തോട്ട് ഒക്ടോബറിൽ ആ സമയത്ത് സ്പോർട്ടിങ്ങിൽ കത്തി നിൽക്കുന്ന മാനേജറാണ് ആമറിൻ. ഐ തിങ്ക് ഹി വാസ് പുള്ളി ആവശ്യമുള്ള കുറേ ക്ലബ്ബുണ്ട്. സിറ്റി ആയിട്ട് വരെ ലിങ്ക്സ് ഉണ്ടായിരുന്നു ആമറിന്. അപ്പോൾ പുള്ളി വരുന്നില്ല, ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും പുള്ളിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. 3 at the back കളിക്കുന്ന ഒരു മാനേജറെ 4 at the back കളിക്കുന്ന ഒരു ക്ലബ്ബിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് 11th ഇരിക്കുന്ന ഒരു ക്ലബ്ബാണ്.
ഒബ്വിയസ്ലി ആ സമയത്ത് വിൻഡോ ഇല്ല, ഒക്ടോബറിൽ വിൻഡോ ഇല്ല, ട്രാൻസ്ഫർ വിൻഡോ ഇല്ല. അപ്പോൾ ജനുവരി വരെ പുള്ളിക്ക് ഈ സ്ക്വാഡ് വെച്ച് കളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഒരു മാനേജറിന് ബിഗ് ക്ലബ്ബാണ്, അവിടെ വന്നു കഴിഞ്ഞാൽ റിസൾട്ടാണ് ഏറ്റവും വലുത്, എക്സ്ക്യൂസുകളില്ല. പക്ഷേ സ്റ്റിൽ പുള്ളി ജനുവരി വരെ തള്ളി നീക്കി. അത് കഴിഞ്ഞ് പുള്ളിക്ക് ആകെ എത്തിച്ചു കൊടുത്ത പാട്രിക് ഡോർഗുനെയാണ്. ഈ സ്ക്വാഡ് വെച്ച് 3 at the back കളിക്കാൻ പറ്റില്ല എന്ന് അറിയുന്ന ബോർഡ്, അതായത് സ്പോർട്ടിംഗ് ഡയറക്ടറോ ആരും ആയിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ ഡാനാഷത്ത് പോയി. അപ്പോൾ ഡാനാഷത്ത് പോയിട്ട് ആണ് ജേസൺ വിൽകോക്സ് വരുന്നത്. അവിടെ പിന്നെ വേറെ റിക്രൂട്ട്മെൻറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്, ക്രിസ്റ്റഫർ വ്യൂലൊക്കെ ഉണ്ട്. അപ്പോൾ ഒമാർ ബറാഡ ഉണ്ട് സിറ്റിയിൽ നിന്ന് പോയത്. അപ്പോൾ ഇവരൊക്കെ കൂടെ ഈ ഡേറ്റ അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അമറിം ഇസ് നോട്ട് ഫിറ്റ് ടു പ്ലേ വിത്ത് ദിസ് സ്ക്വാഡ് അറ്റ് യുണൈറ്റഡ്. കാര്യം 4 at the back കളിക്കുന്ന സിസ്റ്റത്തിൽ അമറിം വന്നു കഴിഞ്ഞാൽ മിനിമം 600 to 700 million സ്പെൻഡ് ചെയ്യാതെ ഒരു 3 at the back ഓവർഹോൾ നടത്താൻ പറ്റില്ല ട്രാൻസ്ഫർ വിൻഡോയിൽ. അപ്പോൾ ഇതറിഞ്ഞുകൊണ്ട് അമറിമിനെ കൊണ്ടുവരുന്നു. ഹി വുഡ് ഹവ് ബിൻ പ്രോമിസ് ടു ബി ബാക്ക് ഓഫ് കോഴ്സ്. കാര്യം അല്ലാതെ വരില്ല. കാര്യം ഈ ഒരു സ്ക്വാഡ് കണ്ടു കഴിഞ്ഞാൽ 3 at the back കളിക്കുന്ന ഒരു മാനേജറും വരില്ല. അപ്പോൾ അമറിം വരുന്നു. അത് കഴിഞ്ഞ് അമറിമിനെ ആകെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ലെഫ്റ്റ് വിങ് ബാക്കിനെയാണ്. അമറിം യൂറോപ്യ ലീഗ് ഫൈനലിൽ എത്തിക്കുന്നു. 15th ഫിനിഷ് ചെയ്യുന്നു പ്രീമിയർ ലീഗിൽ. ഗോൾ ഡിഫറൻസിൽ സ്പേഴ്സായിട്ട് 15th എത്തി ഫിനിഷായി. വേഴ്സ്റ്റ് ഫിനിഷ് ബൈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇൻ പ്രീമിയർ ലീഗ്. എനിക്ക് തോന്നുന്നത് ബൈ റെക്കോർഡ് അല്ലെങ്കിൽ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് അമറിമാണ് ഏറ്റവും മോശം മാനേജർ യുണൈറ്റഡിൻ്റെ ഹിസ്റ്ററിയിൽ. പക്ഷേ ഷുഡ് ബി ബ്ലെയിം, എനിക്ക് പുള്ളിയെ ബ്ലെയിം ചെയ്യുന്നില്ല. നമ്പേഴ്സ് വെച്ച് ഓഫ് കോഴ്സ് ഹി ഷുഡ് ബി ബ്ലെയിംഡ്. പക്ഷേ പുള്ളിക്ക് വേണ്ട സ്ക്വാഡ് ഇവിടെ ഇല്ല. അത് കഴിഞ്ഞ് സമ്മർ വരുന്നു. സമ്മറിൽ എംബോമ വരുന്നു, കൂന്യ വരുന്നു. അപ്പോൾ ഷെസ്കോനെ എത്തിച്ചു. ഷെസ്കോനെ, അതായത് എനിക്കൊന്ന് അവിടെയാണ് ഫ്രിക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക. കാര്യം ഷെസ്കോന് പകരം ഒരു മിഡ്ഫീൽഡർ എത്തിച്ചിരുന്നെങ്കിൽ അമറും ഇപ്പോഴും ക്ലബിലുണ്ടായതിന്, യുണൈറ്റഡ് ഇപ്പോൾ ടേബിളിൽ കുറച്ചും കൂടെ മുകളിൽ വരുന്നതിന്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക് ചെയ്യേണ്ടത്, ഈ മാനേജറിനെ ബാക്ക് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഈ വന്ന സ്ക്വാഡിലോട്ട് അഡിഷൻസ് എത്തിച്ച് കൊടുത്തില്ലെങ്കിൽ ഏതൊരു മാനേജറും വീണു. 3 at the back ഇപ്പോൾ ഒക്ടോബറിൽ ഗ്ലാസ്നറിനെയാണ് അവിടെ കൊണ്ടിടുന്നതെങ്കിൽ ഗ്ലാസ്നർ ആയാലും അവിടെ വീണ് പോകും. കാര്യം അതിന് 3 at the back കളിക്കാൻ പറ്റിയൊരു സ്ക്വാഡ് അവിടെ ഇല്ല. ആൻഡ് ബേസിക് ഫുട്ബോൾ കളിക്കാൻ പറ്റിയ മിഡ്ഫീൽഡേഴ്സ് അവിടെ ഇല്ല. അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയ ആമറിം ഓഫ് കോഴ്സ് ഫ്രിക്ഷൻ ഉണ്ടായി കാണണം ബോർഡായിട്ട്. ജേസൺ വിൽകോക്സ് ആയിക്കോട്ടെ, വിവൽ ആയിക്കോട്ടെ, ഇവരായിട്ട് ഫ്രിക്ഷൻ ഉണ്ടായി കാണണം. അതുകൊണ്ട് പിടിച്ച് പുറത്താക്കി ആമറിമിന്. ഇവർ തമ്മിൽ ഒത്തുതീർപ്പ് വരില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ മ്യൂച്വൽ, മീഡിയ പറയുന്നത് ആമറിം ഇസ് സാക്ഡ്, മറസ്ക മ്യൂച്വൽ കൺസെൻറ്റിൽ പോയി രണ്ടുപേരെയും സാക്ക് ചെയ്തത് തന്നെയാണ്. അപ്പോൾ ബ്രീഫിങ്ങിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ യെസ്മെൻ വേണ്ട ക്ലബ്ബുകൾ, അവർ ഇപ്പോൾ ഇനി അടുത്തത് എന്ത് യുണൈറ്റഡിന് പറയുന്നതിന് മുമ്പ് യെസ്മെൻ വേണ്ട ക്ലബ്ബുകൾ, ഇഫ് ദേ വോണ്ട് ദ ക്ലബ്സ് ടു വിൻ, അവർ ഈ യെസ്മെൻ പരിപാടി മാറ്റണം. ഹെഡ് കോച്ച് എന്നുള്ളത് മാറ്റി ദേ ഷുഡ് ബ്രിങ് ഇൻ മാനേജേഴ്സിനെ കൊണ്ടുവരാതെ ഒരു പരിപാടി നടക്കും. ഇഫ് ദ ക്ലബ് വോണ്ട്സ് ടു റിമെയിൻ ദ ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. കാര്യം ഇപ്പോൾ സിറ്റി നോക്കിയാലും ആഴ്സണൽ നോക്കിയാലും ഇപ്പോൾ വേറെ ഏത് ബിഗ് ക്ലബ് നോക്കിയാലും, അതായത് ഇപ്പോൾ PSG എടുത്താൽ എൻട്രിക്ക് അവിടെ മാനേജറാണ്, അതിന് ഒത്തു നിൽക്കുന്ന ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഫുട്ബോൾ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ സ്പോർട്ടിംഗ് ഡയറക്ടർ അയാൾക്ക് പരിചയമുള്ള ആൾക്കാരെ അയാൾ മുമ്പുണ്ടായിരുന്ന ക്ലബ്ബുകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നും അങ്ങനെ ഒരു 10-30 പ്ലെയേഴ്സിന് ഇട്ട് കൊടുത്ത് മാനേജറെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു സ്പോർട്ടല്ല ഫുട്ബോൾ. അതൊരിക്കലും നടക്കില്ല. അത് തോമസ് ടൂച്ചലൊക്കെ ആകുമ്പോൾ നടക്കും, പക്ഷേ ലീഗ് പെർഫോമൻസ് മോശമായി പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് അത് ഫുട്ബോളിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി ഫോർ ദ ബിഗ് ക്ലബ്സ്. അതെനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇനി എന്താണ് യുണൈറ്റഡിന്? യുണൈറ്റഡിന് വെച്ചാൽ ഓലയാണ് കെയർ ടേക്കർ ആവാൻ പോകുന്നതെന്ന് കേൾക്കുന്നു. ടു ബി ഫെയർ, ഇസ് ദിസ് എ ഗുഡ് അപ്പോയിൻമെൻറ്റ് ഫോർ 6 months? ഓഫ് കോഴ്സ് യെസ്. കാര്യം എനിക്കൊന്ന് കഴിഞ്ഞൊരു 5-6 കൊല്ലത്തിൽ ഏറ്റവും നല്ല സ്റ്റേബിളായിട്ട് കളിച്ച 1-2 വർഷം ഉണ്ടായിരുന്നു ഓലയുടെ അണ്ടറിലാണ്. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസസ് നല്ല ഫുട്ബോൾ കളിക്കും, പ്ലെയേഴ്സിന് പരിചയമുള്ള ടൈപ്പ് ഫുട്ബോളാണ്. ഇപ്പോൾ ഉള്ള പ്ലെയേഴ്സിൻ്റെ സ്കിൽ സെറ്റായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മാനേജറാണ് ഓലെ. ആൻഡ് കൂടെ ജോൺ ഈവൻസൊക്കെ ബാക്ക് റൂം സ്റ്റാഫിലുണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 6 months അപ്പോയിൻമെൻ്റ് ആണ് എങ്കിൽ ദിസ് എ പോസിറ്റീവ്, ബിക്കോസ് ഐ തിങ്ക് ഹീൽ ഗിവ് എ ഗുഡ് റൺ ഓഫ് ഗെയിംസ് ഫോർ യുണൈറ്റഡ്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ യുണൈറ്റഡ് എങ്ങനെ ടോപ്പ് 4 ഫിനിഷ് ചെയ്യാണ്, FA കപ്പ് എങ്ങനെ അടിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞ് ഫാൻസും ബോർഡിനൊക്കെ തോന്നുകയാണ് ഷുഡ് വി ഗിവ് ഹിം അനദർ ചാൻസ് എന്ന് തോന്നി കൊടുത്തിട്ട് അത് ബാക്ക് ഫയർ ചെയ്താൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് പ്രോബ്ലം. അപ്പോൾ അത് യുണൈറ്റഡ് ബോർഡ് സൂക്ഷിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫയർ. കാര്യം കൊടുത്താലും പ്രശ്നമാണ്, ഇപ്പോൾ കൊടുക്കാണ്ട് വേറൊരു മാനേജർ അപ്പോയിൻറ്റ് ചെയ്ത് ആ മാനേജർ മോശമായാൽ അതിലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഐ തിങ്ക് ഇതൊരു വലിയൊരു പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. എന്താണ് യുണൈറ്റഡ് ബോർഡ് തീരുമാനിക്കുന്നത് നോക്കാം. എന്ത് യുണൈറ്റഡിലും ചെൽസിയിലും ഇനി സംഭവിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.
അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.